ഒരു ഫാഷൻ ഡിസൈനറും കൂടിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, വരയ്ക്കാനൊന്നും അത്ര അറിയില്ല. അപ്പം നമുക്ക് നല്ല കുട്ടികളുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യാൻ. എന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡ്രസ് അതറിയാം, കളർ കോമ്പിനേഷൻ അതൊക്കെ അതെ. ഏത് ഡിസൈൻ വന്നാൽ ഭംഗി വരും, എവിടെയൊക്കെ വരണം എന്നൊക്കെ അതൊക്കെ കറക്റ്റ് അറിയാം. അപ്പൊ സ്വന്തം വസ്ത്രങ്ങളൊക്കെ അഭികാമ തന്നെയാണോ ചെയ്യുന്നത്? ഇപ്പോഴും അങ്ങനെയാണോ? അതുപോലെ ചുരിദാറൊക്കെ ഷേപ്പില് ഫസ്റ്റ് അടിച്ചു തുടങ്ങി നമ്മള് അവിടെ. കാരണം ഷേപ്പാക്കി ഞാൻ ചുരിദാർ എടുത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഷേപ്പ് അടിച്ച് ചുരിദാറൊക്കെ ഒരു സമയത്ത് കുറെ കഴിഞ്ഞിട്ട് ഒരു ഫാഷനായിട്ട് വന്നതല്ലേ? പണ്ടത്തെ ചുരിദാറൊക്കെയാണ് ഇപ്പൊ ഫാഷനായിട്ട് വരുന്നത്. പാന്റൊക്കെ ഇത്തിരി ലൂസ് അതൊക്കെ ആദ്യം ലൂസ് പാന്റും ഇതൊക്കെ. അപ്പൊ അന്നേരം സിനിമയിലേക്ക് വരാനും മുമ്പ് അന്നേരം ഈ ഫാഷൻ ഒക്കെ എങ്ങനെയാണ് ഞാനിപ്പോ ഇപ്പോഴും ഓർക്കുന്നത്, ഹരികൃഷ്ണസിലെ മറ്റേ നല്ല നല്ല ഡിസൈൻസ് ചുരിദാറുകളായിരുന്നല്ലോ, നെറ്റൊക്കെ പിടിപ്പിച്ചത്. അത് ഞാൻ അടിച്ച് മോൾക്കൊക്കെ ഇടിപ്പിച്ചു കൊടുത്തു വിടും. അപ്പൊ മോൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും അയ്യോ ഇതെങ്ങനെ ഇത് അതേ കളറൊക്കെ തുണി ഷിഫോണിന്റെ ഒക്കെ എടുത്തിട്ട് അടിച്ച് നമ്മള് ഡിസൈനൊക്കെ ചെയ്ത് ഉടുക്കുമ്പോൾ നമുക്ക് ഇത് അതേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. സിനിമയിൽ കാണുന്ന ഡിസൈനൊക്കെ നല്ല ഡിസൈനൊക്കെ കിട്ടുമ്പോൾ നമ്മള് അത് കണ്ടുവച്ച് നമ്മുടെ അവിടെ വരുമ്പോൾ ഞാൻ അവരോട് കുട്ടികളോട് പറയും, ഇത് നല്ല ഡിസൈനാണ്, നിങ്ങൾ നോക്കത് നമുക്ക് പറ്റുന്ന രീതിയിൽ വരച്ചെടുക്കാൻ പറഞ്ഞു. വർക്ക് ചെയ്ത പിള്ളേരും എൻ്റെ കൂടെ ചെയ്ത 15 കുട്ടികളും നല്ല കുട്ടികളായിരുന്നു.